നമസ്കാരം. ഇന്ന് മെയ് 8 ലോക ഒവേറിയൻ ക്യാൻസർ ദിനമായി നമ്മൾ ആചരിക്കുന്ന ദിവസമാണ്. സ്ത്രീകൾക്ക് ഒരുപാട് തരം ക്യാൻസറുകൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ക്യാൻസറാണ് ഈ ഒവേറിയൻ ക്യാൻസർ. സാധാരണ ക്യാൻസറുകൾക്കെല്ലാം തന്നെ അതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒവേറിയൻ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പല ലക്ഷണങ്ങളും നമുക്ക് നേരത്തെ അറിയാൻ പറ്റാറില്ല. ഈ ഒവേറിയൻ ക്യാൻസർ ആയിട്ട് നമുക്ക് ആളുകൾ വരുമ്പോൾ അത് അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോഴേക്കുമാണ് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കാറ്. ഒവേറിയൻ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് വയസ്സ് ഒരു 50-ന് ശേഷമുള്ള സ്ത്രീകൾക്ക് ഒവേറിയൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ക്യാൻസറുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എൻഡോമെട്രിയൽ കാർസിനോമ അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസർ തന്നെയും അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, കോളോറെക്ടൽ ക്യാൻസർ ഇതുപോലുള്ള ക്യാൻസറുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്യാൻസർ ഓവറി ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നവർക്ക്, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കേണ്ടി വന്നവർക്ക്, എൻഡോമെട്രിയോസിസ് എന്ന അസുഖമുള്ളവർക്കെല്ലാം ഒവേറിയൻ ക്യാൻസർ റിസ്ക് കൂടുതലാണ്. വളരെ വേഗമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഒവേറിയൻ ക്യാൻസറിന് ഉണ്ടാവാറ്. മിക്കവാറും ഉദരസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളായിരിക്കും കൂടുതലും കാണിക്കാറ്. വയറ് പെട്ടെന്ന് വീർക്കുന്ന പോലെ തോന്നുക, വിശപ്പില്ലായ്മ തോന്നുക, ഫുഡ് കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് വയറ് നിറയുന്നത് പോലത്തെ ഒരു ഫീലിംഗ് തോന്നുക, അടിവയറ്റിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വേദനകളായിട്ട് വരാം. ചിലപ്പോൾ തടിപ്പ് പോലെയും തോന്നാറുണ്ട്. ശരീരം പെട്ടെന്ന് വെയിറ്റ് കുറയുന്നത് പോലെ തോന്നുക, അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാറുണ്ട്. മേൽ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കണ്ട് ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഇതിന് മെയിനായിട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെയാണ്. അതായത് നമ്മൾ ഉള്ളു പരിശോധിക്കുക, വയറ് പരിശോധിക്കുക, ഇതൊക്കെയാണ് ക്ലിനിക്കൽ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. അതല്ലാതെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെതായിട്ടുള്ള ഹയർ ടെസ്റ്റുകളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുള്ളൂ. അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും മുഴകളായിട്ട് വല്ലതും കാണുവാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അതിന് ട്യൂമർ മാർക്കേഴ്സ് എന്നാണ് പറയുന്നത്. ഒവേറിയൻ ക്യാൻസറിന് എന്തെങ്കിലും പ്രതിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ക്യാൻസറുകളെയും പോലെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഫോളോ ചെയ്യാം. അതായത് ഡെയിലി എക്സസൈസ് ചെയ്യുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക, വെയിറ്റ് നമുക്ക് മിതമായ ലെവലിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക.